ഇന്ന് നമ്മൾ കമ്പനി വണ്ടി വഴിയിൽ വെച്ച് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, മൊത്തം അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്ലഗിലേക്ക് വരുന്ന ഈ ഒരു അഡാപ്റ്റർ കണ്ടോ, ഈ ഒരു അഡാപ്റ്റർ ഫുള്ളായിട്ട് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗക്കുന്നുണ്ടോ ഇതുപോലെ പൊട്ടി പുറത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് ഷോപ്പിലേക്ക് എത്തിക്കണം. അതുപോലെ തന്നെ ഈ ഒരു യമഹയുടെ വണ്ടികളിലാണെങ്കിൽ നമ്മൾ ഈ ഒരു കോയിലിൻ്റെ വയർ കണ്ടോ, കറക്റ്റായിട്ട് ഈ ഒരു വണ്ടിയിൽ നമ്മൾ ആ ഒരു പ്ലഗിൻ്റെ ആ ഒരു അഡാപ്റ്ററുകളുടെ ആ ഒരു ലെങ്ത്ത് മാത്രം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്കിത് ഡയറക്റ്റ് കൊടുക്കാനും അങ്ങനെയായിട്ട് വേറെ ഒരു മാർഗ്ഗമില്ല. അങ്ങനെ നമുക്കൊരു ഇതേപോലത്തെ ഒരു കോപ്പറിൻ്റെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ 18ാമത്തെ അടവെടുത്ത് നമ്മൾ ചെറിയൊരു പണി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടില്ല. അതായത് നമ്മൾ ആ ഒരു പ്ലഗിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ആ ഒരു പ്ലഗിൻ്റെ മുകളിലോട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ക്യാപ്പും പിന്നെ അതേപോലെ തന്നെ ഒരു സ്ക്രൂ എടുത്തിട്ട് നമ്മൾ ഈ ഒരു വയറിലോട്ടും കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ പ്ലഗിലിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കിക്ക് ചെയ്ത് നോക്കേണ്ടി വരും, ബാറ്ററി ഇറങ്ങിയത് കാരണം ഒന്ന് കിക്കർ അടിച്ച് നോക്കാം നമുക്ക് കേട്ടോ. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൽ നിന്ന് ആ ഊരി എടുത്തിട്ട് നമ്മൾ ആ ഒരു ബോഡിയിലോട്ട് അതേപോലെ ഒരു കേസിലോട്ടൊന്നും ഈ കറണ്ട് എർത്തായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു പഴയ അഡാപ്റ്ററിൻ്റെ ഉള്ളിലോട്ട് തന്നെ വെച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ ഷോപ്പിലോട്ട് കൊണ്ടുപോകാം കേട്ടോ. എന്നിട്ട് ഇതിൽ പുതിയൊരു അഡാപ്റ്റർ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കണം.